24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെ അന്വേഷണം ആരംഭിച്ചു. റൂബിൻ ലാലിന്റെ വീട്ടിലെത്തി അന്വേഷണ സംഘം അമ്മയുടെ മൊഴിയെടുത്തു. അർദ്ധരാത്രി വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും നീക്കം ആരംഭിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ ചാലക്കുടി ജനകീയ കൂട്ടായ്മ പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി വിശദാംശങ്ങളുമായി ചേരുന്നു. സൂരജ് സജി, ഗുഡ് മോർണിംഗ്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കേരള പോലീസ് സേനയ്ക്ക് തന്നെ അപമാനം ഉണ്ടാക്കിയെന്ന രീതിയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവ് വന്നതിന് ശേഷം സസ്പെൻഷൻ നടപടികളുമായി പോലീസ് വകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ടോ, അതോ അതിലൊരു മെല്ലെപ്പോക്കുണ്ടോ? നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ റൂബിന്റെ കുടുംബമടക്കം മുന്നോട്ട് വെക്കുന്നത് ഈ CAയുടെ സസ്പെൻഷൻ എന്നൊരു ആവശ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ജാക്സൺ ഫ്രാൻസിസ്, ബീറ്റ് ഓഫീസറായ ജാക്സൺ ഫ്രാൻസിസിനെതിരെയും നടപടി വേണം എന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. എന്തായാലും ഈ പോലീസിന്റെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഈ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെ ചട്ടവിരുദ്ധമായ ഒട്ടേറെ നടപടികളുണ്ട്. റൂബിനെ സ്റ്റേഷനിലെത്തിച്ച് അടിവസ്ത്രത്തിൽ നിർത്തി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ വീട് വളഞ്ഞ് ഈ സിനിമാ സ്റ്റൈൽ അറസ്റ്റ്, കഴുത്തിന് പിടിച്ച് ജീപ്പിൽ തള്ളിക്കയറ്റുന്നു, അങ്ങനെ തുടങ്ങി നിരവധിയായ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ CI ആൻഡ്രിക് ഗ്രോമിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും ഇത് സേനയ്ക്ക് തന്നെ അപമാനകരമായെന്ന റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഈ തൃശൂർ റൂറൽ അഡീഷണൽ SP നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ഈ റൂബിൻ ലാലിന്റെ മാതാവിന്റെ മൊഴി വിശദമായി കേൾക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന ദിവസത്തെ രാത്രി, ഞായറാഴ്ച രാത്രിയിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. 12 മണിയോടുകൂടി റൂബിനെ അറസ്റ്റ് ചെയ്ത ശേഷം 2:30 മാത്രമാണ് കുടുംബത്തെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ റൂബിന്റെ വീടിനോട് ചേർന്നുള്ള CCTV ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് ഈ അന്വേഷണം വിപുലപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ CI ആൻഡ്രിക് ഗ്രോമിക്കിന്റെ സസ്പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ചാലക്കുടി ജനകീയ കൂട്ടായ്മ. നാളെ ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നുണ്ട്. CI ആൻഡ്രിക് ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യമാണ് ഈ ചാലക്കുടി ജനകീയ സമിതി മുന്നോട്ട് വെക്കുന്നത്. ഇനി അതിന് തയ്യാറായില്ലെങ്കിൽ സമരം ശക്തമാക്കാനും തീരുമാനമുണ്ട്. ഓക്കെ, താങ്ക് യു. റൂബിൻ ലാലിൻ്റെ മൊബൈൽ ഫോൺ ഇതേ CI എറിഞ്ഞ് പൊട്ടിച്ചതിന് ശേഷം അവിടുത്തെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തയും വരുന്നുണ്ടായിരുന്നു. ഇതിലും അന്വേഷണം നടക്കണമെന്നാണ് ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, കോഴിക്കോട് മാവൂർ ഊർക്കടവിൽ പുഴയിൽ ചാടി ആളെ കണ്ടെത്താൻ തെരച്ചിൽ പുനരാരംഭിച്ചു. റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെ ചാലിയാറിലാണ് കോവൂർ സ്വദേശിയായ ഇയാൾ ചാടിയത്. ഞാൻ മരിക്കാൻ പോവുകയാണെന്ന കുറിപ്പ് പേഴ്സിൽ നിന്ന് നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു. മീൻചന്ത ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. നാളെ സ്കൂളുകൾ തുറക്കുകയാണ്. പല പ്രേക്ഷകരും യൂട്യൂബിലൂടെ പറയുന്നു കുട്ടികളെ കുത്തി നിറച്ച് വണ്ടിയിൽ കൊണ്ടുപോകുന്ന കാഴ്ച നാളെ മുതൽ തുടങ്ങും. ഇതിലൊരുപാട് ജാഗ്രതകൾ പാലിക്കേണ്ടതാണ്. സർക്കാരിനെ മാത്രം പറഞ്ഞാൽ പോരാ, മാതാപിതാക്കളും ഇത്തരം ഓട്ടോറിക്ഷകളിലുമൊക്കെ തന്നെ കുട്ടികളെ അയക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കരുതലോടെ കാര്യങ്ങൾ ചെയ്യുക. നാളെ സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും 24-ൻ്റെയും എൻ്റെയും ആശംസകൾ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.